പ്രവാസലോകത്തെ വാർത്തകൾ. യുഎഇയിലെ സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ കാലാവധി നീട്ടി. സ്വദേശികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വിപുലമായ ആനുകൂല്യങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുഎഇയിലെ സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ കാലാവധി 2040 വരെ നീട്ടാൻ തീരുമാനം. സ്വകാര്യ മേഖലയിലെ തൊഴിൽ മേഖലയിൽ സ്വദേശികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വിപുലമായ ആനുകൂല്യങ്ങളാണ് പുതിയ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 50 വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ വികസന കുതിപ്പിൽ സ്വദേശി പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ചൈൽഡ് അലവൻസ് പദ്ധതിയിൽ കുട്ടികളുടെ എണ്ണത്തിനുണ്ടായിരുന്ന പരിധി നീക്കം ചെയ്തു. ഇതോടെ യോഗ്യരായ എല്ലാ കുട്ടികൾക്കും ഇനി മുതൽ ആനുകൂല്യം ലഭിക്കും. ഇതിനു പുറമെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അമ്മമാരുടെ കുട്ടികൾക്കായി പ്രത്യേക പിന്തുണ പദ്ധതികളും സ്വകാര്യ കമ്പനികളിൽ സേവനമനുഷ്ഠിക്കുന്ന സ്വദേശികളുടെ ഭാര്യമാർക്ക് പ്രത്യേക പരിഗണനയും സഹായവും ഉറപ്പാക്കുന്ന കുടുംബസുരക്ഷാ നടപടികളും പുതിയ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈദഗ്ധ്യമുള്ള പ്രവാസി തൊഴിലാളികൾക്ക് ഇപ്പോഴും ഡിമാൻഡ് നിലനിൽക്കുന്നതിനാൽ നാഫിസ് പദ്ധതി നീട്ടിയത് പ്രവാസികൾക്ക് ആശങ്കയുണ്ടാക്കില്ല. സ്വദേശികൾ വരാൻ മടിക്കുന്ന മേഖലകളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നാഫിസ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കുവൈറ്റിൽ 10 ദിനാറിൽ കൂടുതലുള്ള ഇടപാടുകൾക്ക് ഡിജിറ്റൽ പേയ്മെന്റ് നിർബന്ധമാക്കി. സാമ്പത്തിക സുതാര്യത വർദ്ധിപ്പിക്കാനും ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് പുതിയ നീക്കം. 10 കുവൈറ്റ് ദിനാറിൽ കൂടുതൽ തുകയ്ക്ക് നേരിട്ടുള്ള പണമിടപാടുകൾ നിരോധിച്ചുകൊണ്ട് വാണിജ്യ വ്യവസായ മന്ത്രി ഒസാമ ബുദായി ഉത്തരവിറക്കി. നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ബാങ്കിംഗ് ചാനലുകൾ വഴിയോ അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങൾ വഴിയോ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പുരുഷന്മാരുടെ സ്ത്രീകളുടെ സലൂണുകൾ, കുട്ടികൾക്കായുള്ള സലൂണുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലെ ഇടപാടുകൾക്ക് ഈ നിയമം ബാധകമായിരിക്കും. കൂടാതെ മെഡിക്കൽ, ഇൻസെക്ട് ആൻഡ് റോഡൻ കൺട്രോൾ കമ്പനികൾ, കീടനാശിനികളുടെ ഇറക്കുമതി, കയറ്റുമതി, സംഭരണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും പുതിയ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് മന്ത്രാലയത്തിന്റെ ഈ സുപ്രധാന നീക്കം. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. അധിക നിരക്ക് ഈടാക്കാതെ വിമാന ടിക്കറ്റ് മാറ്റാനുള്ള അവസരം 2027 വരെ നീട്ടിയതായി ഇത്തിഹാദ് എയർവേസ്. യാത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം പരിഗണിച്ച് അധിക നിരക്ക് ഈടാക്കാതെ വിമാന ടിക്കറ്റ് മാറ്റുന്നതിനുള്ള ആനുകൂല്യം 2027 മാർച്ച് വരെ നീട്ടിയതായി ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു. പുതിയ തീരുമാനമനുസരിച്ച് യാത്രാ തീയതിയോ സെക്ടറോ മാറ്റാം. അവധിക്കാല യാത്രകൾക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്ത രാജ്യാന്തര സഞ്ചാരികൾക്കും പ്രവാസികൾക്കും ഈ നീക്കം വലിയ ആശ്വാസമാകും. മേഖലയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. യാത്രക്കാർക്ക് കൃത്യസമയത്ത് അപ്ഡേറ്റ് നൽകുമെന്നും ഇത്തിഹാദ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.